ലോട്ടറി ടിക്കറ്റിൽ കൃത്രിമത്വം കാട്ടി പണം തട്ടുന്ന സംഘം വീണ്ടും കുറവലങ്ങാട്ടെത്തി. കുറവലങ്ങാട്ട് നിന്ന് കഴിഞ്ഞ ദിവസം 2000 രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത്. പള്ളിയമ്പോ സ്വദേശി ചന്ദ്രശേഖരൻ, ഇലക്കാട് സ്വദേശി രവി, കുരിനാട് സ്വദേശി അപ്പു എന്നിവർ ഇതിനോടകം കബളിപ്പിക്കലിന് ഇരയായിരുന്നു. ഇതിനു പിന്നാലെയാണ് കുറവലങ്ങാട് സ്വദേശിയായ പന്തിനാപ്പള്ളിയിൽ തങ്കച്ചൻ കഴിഞ്ഞ ദിവസം 2000 രൂപ ലോട്ടറി ടിക്കറ്റിന്റെ പേരിൽ കബളിപ്പിക്കലിന് ഇരയായത്. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2-ന് കുറവലങ്ങാട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ വച്ചായിരുന്നു തങ്കച്ചൻ കബളിപ്പിക്കപ്പെട്ടത്. പള്ളിക്കവല ഭാഗത്ത് നിന്ന് ബൈക്കിലെത്തിയ ഒരാൾ 24/6/2013 50 ലക്ഷം രൂപ ഒന്നാം സമ്മാനം നൽകുന്ന വിൻവിൻ ലോട്ടറിയുടെ 2606 എന്ന നമ്പറിൽപ്പെട്ട 2000 രൂപ സമ്മാനമായി തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തങ്കച്ചനോട് പറയുകയായിരുന്നു. എന്നാൽ 24-ാം തീയതിയിലെ ലോട്ടറി ടിക്കറ്റിന്റെ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട ഫലപ്രഖ്യാപന പട്ടിക തന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞപ്പോൾ ഫലപ്രഖ്യാപന പട്ടിക തന്റെ കയ്യിലുണ്ട് എന്ന് പത്രക്കട്ടിങ് നൽകി ബൈക്കിലെത്തിയാൽ തങ്കച്ചനെ ബോധ്യപ്പെടുത്തി. ആദ്യം ടിക്കറ്റ് നൽകാൻ ശ്രമിച്ചപ്പോൾ തന്റെ കയ്യിൽ നൽകാൻ പണമില്ലെന്ന് പറഞ്ഞതിനാലാവാം 1000 രൂപയ്ക്ക് വിൻവിൻ ടിക്കറ്റ് നൽകിയാൽ മതിയെന്നും ബാക്കി തുക പണമായി നൽകിയാൽ മതിയെന്നുമായിരുന്നു ബൈക്കിലെത്തിയ യുവാവ് പറഞ്ഞത്. എന്താണെങ്കിലും 1000 രൂപയുടെ വിൻവിൻ ടിക്കറ്റ് ഇയാൾ വാങ്ങുകയും ബാക്കി 900 രൂപ ഇയാൾ തിരികെ വാങ്ങുകയും ചെയ്തു. അപരിചിതനാണ് ലോട്ടറി ഇടപാട് നടത്തിയത് എന്നതിനാൽ തങ്കച്ചൻ സംശയം പ്രകടിച്ചപ്പോൾ തന്നെ സംശയിക്കേണ്ടതില്ലെന്നും താൻ കുറവലങ്ങാട്ടെ ഒരു ബാറിലെ ജീവനക്കാരനാണെന്നും ഇയാൾ പരിചയപ്പെടുത്തി. ഈ സമയം അത്രയും തലയിൽ ഹെൽമറ്റ് ധരിച്ചായിരുന്നു യുവാവിന്റെ ഇടപാടുകൾ മുഴുവനും. 2000 രൂപയ്ക്ക് വാങ്ങിയ ലോട്ടറി തങ്കച്ചൻ കുറവലങ്ങാട്ടെ മറ്റൊരു ലോട്ടറി വിതരണ ഏജൻസിയിൽ എത്തിച്ച് പണം വാങ്ങാൻ ശ്രമം നടത്തി. ഇരുവരും പരിശോധന നടത്തിയെങ്കിലും ലോട്ടറിയിൽ കൃത്രിമത്വം ഒന്നും കാണാതിരുന്ന സാഹചര്യത്തിൽ ഉയർന്ന ലോട്ടറി വിതരണക്കാരൻ ഇയാൾക്ക് 2000 രൂപ പണമായി നൽകുകയും ചെയ്തു. എന്നാൽ തിങ്കളാഴ്ച ഇയാൾ ഈ ലോട്ടറി മാറ്റി പണമാക്കാൻ ശ്രമം നടത്തിയതോടെയാണ് കബളിപ്പിക്കപ്പെട്ട വിവരം പുറത്തറിഞ്ഞത്. തങ്കച്ചൻ തന്നെ കബളിപ്പിച്ചു എന്ന പരാതിയുമായാണ് മുതിർന്ന ലോട്ടറി വിതരണക്കാരൻ രംഗത്തെത്തിയത്. എന്നാൽ തങ്കച്ചനും കബളിപ്പിക്കപ്പെടുകയായിരുന്നെന്ന് പിന്നീട് വ്യക്തമായി. സംഭവങ്ങളെക്കുറിച്ച് കബളിപ്പിക്കപ്പെട്ടവരുടെ വിവരണം ഇങ്ങനെയാണ്. ഞാൻ കുറവലങ്ങാട്ട് ടൗണിൽ 9 വർഷമായിട്ട് ലോട്ടറി വിൽക്കുന്ന തൊഴിലാളിയാണ്. ലോട്ടറി വിൽപ്പനക്കാരനാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയായപ്പോൾ ബൈക്കിൽ വന്നൊരു ചെറുപ്പക്കാരൻ 2000 രൂപ പ്രൈസ് അടിച്ചിരുന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ വിൻവിൻ ലോട്ടറിയുടെ 26 കോടിയാണ് നമ്പർ. അപ്പോൾ ഞാൻ പറഞ്ഞു 24-ാം തീയതി ലിസ്റ്റ് എൻ്റെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞ് ഞാൻ പറഞ്ഞ മനുഷ്യൻ തന്നെ പുള്ളിയുടെ നിന്ന് ലിസ്റ്റ് എടുത്ത് തന്നെ കാണിച്ചു. ഞാൻ നോക്കിയപ്പോൾ ലിസ്റ്റ് ശരിയാണ്, പേപ്പറെ കറക്റ്റ് നമ്പറൊക്കെയാണ്. ഞാൻ ആ ടിക്കറ്റ് എടുത്ത് തിരുമ്മിയൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, കടം മേടിക്കൊന്നും വേണ്ട, ഞാൻ പറ്റിക്കാൻ വന്നൊന്നുമല്ല, ഞാൻ മറ്റമ്പാറിൽ നിൽക്കുന്നതാണ്. ഞാൻ നോക്കി ശരിയായിരിക്കും നോക്കി. അപ്പോൾ എൻ്റെ 1000 രൂപയുടെ ടിക്കറ്റ് ഇട്ടുണ്ടായിരുന്നു. 1000 രൂപയുടെ ടിക്കറ്റ് പുള്ളി അവർ മേടിച്ചു. അപ്പോൾ പൈസ കൊടുക്കാൻ എൻ്റെ ഇല്ല, പൈസ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ അതോടൊക്കെ കൊണ്ടുവന്ന് മാറി ബാക്കി പൈസയും വീട്ടിൽ കൊടുത്തു. അതിലിപ്പോൾ ഇന്ന് രാവിലെ ഞായറാഴ്ച തന്നെയാണ് ടിക്കറ്റ് മാറുന്നത്. തിങ്കളാഴ്ച രാവിലെ 10 മണിയായപ്പോഴത്തേനും അതോടൊക്കെക്കാരൻ എന്നെ തിരികെ വന്നിട്ട് പറഞ്ഞു ആ ടിക്കറ്റ് നമ്പർ തിരിച്ചതാണ്, അതുകൊണ്ട് എനിക്ക് പൈസ തിരിച്ചു തരുന്നു എന്നെ ഭീഷണിപ്പെടുത്തി. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഞാൻ എൻ്റെ കിട്ടിയതുപോലെ തന്നെ ഞാൻ അവിടെ ഇതിനു മുമ്പേ പല പ്രാവശ്യവും അജോബക്കലിൽ 10,000 രൂപ 5,000 2,000 1000 ഒക്കെ ഞാൻ അജോബക്കലിൽ കൊണ്ട് മാറി പലർക്കും ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുവരെ അതുപോലെ ഒരു തട്ടുകേട് എനിക്ക് സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ട് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പേ ഈ പറഞ്ഞ ആളാണോ എന്നറിയത്തില്ല, ഒരു വെള്ള ബൈക്ക് വന്നിട്ട് പല ലോട്ടറി കച്ചവടക്കാരെയും 2000 4,000 രൂപയൊക്കെ പറ്റിച്ചുകൊണ്ട് പോയ സംഭവം ഈ 2-3 മാസത്തിനുള്ളിൽ ഇവിടെ കുറവലങ്ങാണ്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ മുഖമെന്ന് പറഞ്ഞാൽ മുഖം ഇത് ഹെൽമെറ്റ് വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് കൃത്യമായിട്ട് എനിക്ക് ഞാൻ വോട്ട് ചെയ്യേണ്ട ആവശ്യമായതുകൊണ്ട് ഞാൻ ചെറുതി വെച്ച് നമ്പർ നോക്കാനും പറ്റിയില്ല. ഇത്ര കൃത്യമായിട്ട് മറ്റത്തിൽ പണിയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മറ്റമ്പാരിൽ പണിയുന്ന ആളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂടുതൽ സംശയിക്കാൻ പോയില്ല. അതാണ് എനിക്ക് പറ്റിയത്. അല്ലേ ബൈക്കിൻ്റെ നമ്പറൊന്നും നോക്കാൻ പറ്റിയില്ലെന്നുള്ളത് ഒരു വലിയ വീഴ്ചയായി. ഈ 2000 ഇവിടെ കണ്ടിയതാണേ. ഇത് കണ്ടോ, വെട്ടിക്കളഞ്ഞേക്കുന്നത് കണ്ടോ, വേഗം നോക്കരുത്, ബുദ്ധിപൂർവ്വം ചെയ്തേക്കുന്നുണ്ടോ. എവിടെയാ ഈ എല്ലാത്തിനും മുമ്പേലുണ്ട് ഈ നമ്പർ. കണ്ടോ, ഈ നമ്പർ ഇവിടെ കണ്ടിയതാണ് കേരളയ്ക്ക്. വെട്ടിക്കളഞ്ഞേക്കുന്നുണ്ടോ. തിരുത്തല് 6ആണോ 7ആണോ
ലോട്ടറി ഏജന്റ് കൊണ്ടുവന്ന് മാറിയതാണ്. ലോട്ടറി ഏജന്റ് കൊണ്ടുവന്ന് മാറിയതാണ്. എന്നിട്ടോ അത് മാറാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞത് തിരിച്ച് ഇതാണ് പറഞ്ഞത്. 2000. എന്നാ വന്നേ? ഇന്നലെ കൊണ്ട് തന്നാണ്. അറിയത്തില്ല.